ചലച്ചിത്ര അക്കാദമിയിലെ പടലപ്പിണക്കം തുടരുകയാണ്. ചെയർമാന്റേത് അക്കാദമിയെ അവഹേളിക്കുന്ന സംസാരമാണെന്ന് രഞ്ജിത്ത് പറയുന്നത് അസംബന്ധവും വിവരക്കേടുമാണെന്നും ജനറൽ കൗൺസിൽ അംഗങ്ങൾ ആരോപിച്ചു. എന്നാൽ അക്കാദമിയിൽ ഭിന്നതയില്ലെന്നും അതിനാൽ താൻ രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നുമായിരുന്നു രഞ്ജിത്തിന്റെ പ്രതികരണം. ഇന്നലെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജനറൽ കൗൺസിൽ അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നത്. 15 അംഗ ജനറൽ കൗൺസിലിലെ 9 പേർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ തനിക്കെതിരെ യോഗം ചേർന്നിട്ടില്ല എന്നും അക്കാദമിയിൽ യാതൊരുവിധ ഭിന്നതകളും ഇല്ല എന്നുമാണ് വിഷയത്തിൽ രഞ്ജിത്തിന്റെ പ്രതികരണം. ഒരു സമാന്തര യോഗവും ഇവിടെ നടന്നിട്ടില്ല. ഈ നടന്നു എന്ന് മാധ്യമങ്ങൾ പറയുന്ന കുറെ പേരുടെ പേരുകളിൽ 3 പേർ ഇതിനകം അക്കാദമിയെ ബന്ധപ്പെട്ട് ഞാൻ രാജിവെക്കണോ അങ്ങനെ പലതും കേൾക്കുമല്ലോ. അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇല്ല. എന്നാൽ രഞ്ജിത്തിന്റെ വിശദീകരണത്തെ ജനറൽ കൗൺസിൽ അംഗങ്ങൾ തള്ളി. അക്കാദമി ചെയർമാൻ പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്നും രഞ്ജിത്തിനെതിരെ സർക്കാരിന് പരാതി നൽകിയിട്ടുണ്ടെന്നും അംഗങ്ങൾ വ്യക്തമാക്കി. ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുള്ള ചില പരാതികൾ ഞങ്ങൾ അക്കാദമിയിലെ കുറച്ച് അംഗങ്ങൾ ചേർന്ന് ഇന്നലെ നൽകിയിരുന്നു. ആ വിഷയം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ചലച്ചിത്ര അക്കാദമിക്കോ രഞ്ജിത്തിനോ എതിരല്ല. അക്കാദമി ചെയർമാൻ എന്ന നിലയിൽ രഞ്ജിത്ത് കാണിക്കുന്ന മാടമ്പിത്തരത്തിനാണ് എതിരെന്നും രഞ്ജിത്ത് ഏകാധിപതിയെ പോലെ പെരുമാറുന്നുവെന്നും അംഗങ്ങൾ ആരോപിച്ചു. നമ്മൾ ആരും അക്കാദമിക്ക് എതിരല്ല, ചെയർമാനും എതിരല്ല. പക്ഷേ ചെയർമാൻ കാണിക്കുന്ന ഇത്തരം വളരെ ബോറായ മാടമ്പിത്തരത്തിനാണ് ഞങ്ങൾ എതിരെ നിൽക്കുന്നത്. ഒന്നെങ്കിൽ രഞ്ജിത്ത് തിരുത്താൻ തയ്യാറാകണമെന്നും അല്ലെങ്കിൽ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നുമാണ് അംഗങ്ങളുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.